واعلموا أنما غنمتم من شيء فأن لله خمسه وللرسول ولذي القربى واليتامى والمساكين وابن السبيل إن كنتم آمنتم بالله وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير. അറിയുക, നിങ്ങൾ നേടിയ യുദ്ധം മുതൽ എന്തായാലും അതിന്റെ 1/5 അല്ലാഹുവിനും അവന്റെ ദൂതനും അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കർക്കുമുള്ളതാണ്. അല്ലാഹുവിലും ഇരുസംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയതിലൂടെ സത്യാസത്യങ്ങൾ വ്യക്തമായി വേർതിരിഞ്ഞ നാളിൽ നാം നമ്മുടെ ദാസന് ഇറക്കിക്കൊടുത്തതിലും വിശ്വസിച്ചവരാണ് നിങ്ങളെങ്കിൽ അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവനത്രേ. بالعدوة الدنيا وهم بالعدوة القصوى والركب أسفل منكم ولو تواعدتم لاختلفتم في الميعاد ولكن ليقضي الله أمرا كان مفعولا ليهلك من هلك عن بينة ويحيى من حي عن بينة وإن الله لسميع عليم. നിങ്ങൾ താഴ്വരയുടെ അടുത്ത ഭാഗത്തും അവർ അകന്ന ഭാഗത്തും കച്ചവട സംഘം നിങ്ങൾക്ക് താഴെയുമായ സന്ദർഭം നിങ്ങൾ പരസ്പരം ഏറ്റുമുട്ടാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുമായിരുന്നു. എന്നാൽ ഉറപ്പായും ഉണ്ടാകേണ്ട ഒരു കാര്യം നടപ്പിൽ വരുത്താനാണ് അല്ലാഹു ഇങ്ങനെ ചെയ്തത്. അഥവാ നശിക്കേണ്ടവൻ വ്യക്തമായ തെളിവോടെ നശിക്കാനും ജീവിക്കേണ്ടവൻ വ്യക്തമായ തെളിവോടെ ജീവിക്കാനും വേണ്ടിയാണിത്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും തന്നെ തീർച്ച. إذ يريكهم الله في منامك قليلا ولو أراكهم كثيرا لفشلتم ولتنازعتم في الأمر ولكن الله سلم إنه عليم بذات الصدور. അല്ലാഹു സ്വപ്നത്തിലൂടെ അവരെ വളരെ കുറച്ചു പേർ മാത്രമായി നിനക്ക് കാണിച്ചു തന്ന സന്ദർഭം നിനക്ക് അവരെ എണ്ണത്തിൽ കൂടുതലുള്ളതായി കാണിച്ചു തന്നിരുന്നെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ധൈര്യക്ഷയമുണ്ടാകുമായിരുന്നു. യുദ്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഭിന്നിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അല്ലാഹു രക്ഷിച്ചു. തീർച്ചയായും മനസ്സുകളിലുള്ളതെല്ലാം അറിയുന്നവനാണ് അവൻ. وَإِذْ يُرِيكُمُوهُمْ إِذِ الْتَقَيْتُمْ فِي أَعْيُنِكُمْ قَلِيلًا وَيُقَلِّلُكُمْ فِي أَعْيُنِهِمْ لِيَقْضِيَ اللَّهُ أَمْرًا كَانَ مَفْعُولًا وَإِلَى اللَّهِ تُرْجَعُ الْأُمُورُ. നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളുടെ കണ്ണിൽ അവരെ കുറച്ചു കാണിച്ചതും അവരുടെ കണ്ണിൽ നിങ്ങളെ കുറച്ചു കാണിച്ചതും ഓർക്കുക. സംഭവിക്കേണ്ട കാര്യം നടപ്പാക്കാൻ അല്ലാഹു പ്രയോഗിച്ച തന്ത്രമായിരുന്നു അത്. കാര്യങ്ങളൊക്കെയും മടക്കപ്പെടുക അല്ലാഹുവിങ്കലേക്കാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതൂ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വസിച്ചവരെ,
നിങ്ങൾ ശത്രുസംഘവുമായി കണ്ടുമുട്ടിയാൽ സ്ഥൈര്യത്തോടെ നിലകൊള്ളുക. അല്ലാഹുവെ ധാരാളമായി സ്മരിക്കുക, നിങ്ങൾ വിജയം വരിച്ചേക്കാം. وأطيعوا الله ورسوله ولا تنازعوا فتفشلوا وتذهب ريحكم واصبروا إن الله مع الصابرين. അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക. നിങ്ങൾ അന്യോന്യം കലഹിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ ദുർബലരാകും, നിങ്ങളുടെ വീര്യം ചോർന്നു പോകും. നിങ്ങൾ ക്ഷമിക്കൂ, അല്ലാഹു ക്ഷമാശീലരോടൊപ്പമാണ്. ولا تكونوا كالذين خرجوا من ديارهم بطرا ورئاء الناس ويصدون عن سبيل الله والله بما يعملون محيط. അഹങ്കാരത്തോടെയും ജനങ്ങളെ കാണിക്കാനും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനത്തെ തടയാനുമായി വീട് വിട്ടിറങ്ങിപ്പോന്നവരെപ്പോലെ നിങ്ങളാകരുത്. അവർ ചെയ്യുന്നതൊക്കെയും നന്നായി നിരീക്ഷിക്കുന്നവനാണ് അല്ലാഹു. وَإِذْ زَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ وَقَالَ لَا غَالِبَ لَكُمُ الْيَوْمَ مِنَ النَّاسِ وَإِنِّي جَارٌ لَكُمْ فَلَمَّا تَرَاءَتِ الْفِئَتَانِ نَكَصَ عَلَى عَقِبَيْهِ وقال إني بريء منكم إني أرى ما لا ترون إني أخاف الله والله شديد العقاب. ചെകുത്താൻ അവർക്ക് അവരുടെ ചെയ്തികൾ ചേതോഹരമായി തോന്നിപ്പിച്ച സന്ദർഭം അവൻ പറഞ്ഞു, ഇന്ന് നിങ്ങളെ ജയിക്കുന്നവരായി ജനങ്ങളിൽ ആരുമില്ല. ഉറപ്പായും ഞാൻ നിങ്ങളുടെ രക്ഷകനായിരിക്കും. അങ്ങനെ ഇരുപക്ഷവും ഏറ്റുമുട്ടിയപ്പോൾ അവൻ പിന്മാറി. എന്നിട്ടിങ്ങനെ പറയുകയും ചെയ്തു, എനിക്ക് നിങ്ങളുമായി ഒരു ബന്ധവുമില്ല. നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ അല്ലാഹുവെ ഭയപ്പെടുന്നു. അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണല്ലോ. إذ يقول المنافقون والذين في قلوبهم مرض غر هؤلاء دينهم ومن يتوكل على الله فإن الله عزيز حكيم. കപടവിശ്വാസികളും ദീനം ബാധിച്ച മനസ്സുള്ളവരും പറഞ്ഞുകൊണ്ടിരുന്ന സന്ദർഭം, ഇക്കൂട്ടരെ അവരുടെ മതം വഞ്ചിച്ചിരിക്കുന്നു. ആരെങ്കിലും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവെങ്കിൽ സംശയം വേണ്ട, അല്ലാഹു അജയ്യനും യുക്തിമാനുമാണ്. ولو ترى إذ يتوفى الذين كفروا الملائكة يضربون وجوههم وأدبارهم وذوقوا عذاب الحريق. സത്യനിഷേധികളെ മരിപ്പിക്കുന്ന രംഗം നീ കണ്ടിരുന്നെങ്കിൽ മലക്കുകൾ അവരുടെ മുഖത്തും പിൻഭാഗത്തും അടിക്കും. അവരോടിങ്ങനെ പറയുകയും ചെയ്യും, കരിച്ചുകളയുന്ന നരകത്തീയിന്റെ കൊടിയ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക. ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد. നിങ്ങളുടെ കൈകൾ നേരത്തെ ചെയ്തു കൂട്ടിയതിന്റെ ഫലമാണിത്. അല്ലാഹു തന്റെ അടിമകളോട് ഒട്ടും അനീതി കാണിക്കുന്നവനല്ല. كدأب آل فرعون والذين من قبلهم كفروا بآيات الله فأخذهم الله بذنوبهم إن الله قوي شديد العقاب. ഇത് ഫിർഔൻ സംഘത്തിനും അവരുടെ മുമ്പുള്ളവർക്കും സംഭവിച്ച പോലെ തന്നെയാണ്. അവർ അല്ലാഹുവിന്റെ വചനങ്ങളെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ അവരുടെ പാപങ്ങളുടെ പേരിൽ അല്ലാഹു അവരെ പിടികൂടി. തീർച്ചയായും അല്ലാഹു സർവശക്തനാണ്,
കഠിനമായി ശിക്ഷിക്കുന്നവനും. ذلك بأن الله لم يك مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم وأن الله سميع عليم. ഒരു ജനത തങ്ങളുടെ നിലപാട് സ്വയം മാറ്റുന്നതുവരെ അല്ലാഹു ആ ജനതയ്ക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിൽ ഒരു മാറ്റവും വരുത്തുകയില്ല. സംശയമില്ല, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. കദഅബി ആലി ഫിർഔന വല്ലദീന മിൻ ഖബ്ലിഹിം കദ്ദബൂ ബിആയാതി റബ്ബിഹിം ഫഅഹ്ലക്നാഹും ബിദുനൂബിഹിം വഅഗ്റഖനാ ആല ഫിർഔൻ വകുല്ലുൻ കാനൂ ളാലിമീൻ. ഫിർഔൻ സംഘത്തിനും അവർക്ക് മുമ്പുള്ളവർക്കും സംഭവിച്ചതും ഇതുപോലെ തന്നെയാണ്. അവർ തങ്ങളുടെ നാഥന്റെ പ്രമാണങ്ങളെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ അവരുടെ പാപങ്ങളുടെ പേരിൽ നാം അവരെ നശിപ്പിച്ചു. ഫിർഔൻ സംഘത്തെ മുക്കിക്കൊന്നു. അവരൊക്കെയും അക്രമികളായിരുന്നു. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി അല്ലദീന കഫറൂ ഫഹും ലാ യുഅ്മിനൂൻ. തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ട ജീവികൾ സത്യനിഷേധികളാണ്. സത്യം ബോധ്യപ്പെട്ടാലും വിശ്വസിക്കാത്തവരാണവർ. الذين عاهدت منهم ثم ينقضون عهدهم في كل مرة وهم لا يتقون. അവരിൽ ഒരു വിഭാഗവുമായി നീ കരാറിലേർപ്പെട്ടതാണല്ലോ, എന്നിട്ട് ഓരോ തവണയും അവർ തങ്ങളുടെ കരാർ ലംഘിച്ചുകൊണ്ടിരുന്നു. അവരൊട്ടും സൂക്ഷ്മത പുലർത്തുന്നവരല്ല. فإما تثقفنهم في الحرب فشرد بهم من خلفهم لعلهم يذكرون. അതിനാൽ നീ യുദ്ധത്തിൽ അവരുമായി കണ്ടുമുട്ടിയാൽ അവരിലെ പിറകിലുള്ളവരെ കൂടി വിരട്ടിയോടിക്കും വിധം അവരെ നേരിടുക. അവർക്കതൊരു പാഠമായെങ്കിലോ. وَإِمَّا تَخَافَنَّ مِنْ قَوْمٍ خِيَانَةً فَانبِذْ إِلَيْهِمْ عَلَى سَوَاءٍ إِنَّ اللَّهَ لَا يُحِبُّ الْخَائِنِينَ. ഉടമ്പടിയിലേർപ്പെട്ട ഏതെങ്കിലും ജനത നിങ്ങളെ വഞ്ചിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്നുവെങ്കിൽ അവരുമായുള്ള കരാർ പരസ്യമായി ദുർബലപ്പെടുത്തുക. വഞ്ചകരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല, തീർച്ച. وَلَا يَحْسَبَنَّ الَّذِينَ كَفَرُوا سَبَقُوا إِنَّهُمْ لَا يُعْجِزُونَ. സത്യനിഷേധികൾ തങ്ങൾ ജയിച്ചു മുന്നേറുകയാണെന്ന് ധരിക്കരുത്. സംശയമില്ല, അവർക്ക് നമ്മെ തോൽപ്പിക്കാനാവില്ല. وَأَعِدُّوا لَهُم مَّا اسْتَطَعْتُم مِّن قُوَّةٍ وَمِن رِّبَاطِ الْخَيْلِ تُرْهِبُونَ بِهِ عَدُوَّ اللَّهِ وَعَدُوَّكُمْ وَآخَرِينَ مِن دُونِهِمْ لَا تَعْلَمُونَهُمُ اللَّهُ يَعْلَمُهُمْ وَمَا تُنْفِقُوا مِنْ شَيْءٍ فِي سَبِيلِ اللَّهِ يُوَفَّ إِلَيْكُمْ وَأَنْتُمْ لَا تُظْلَمُونَ. അവരെ നേരിടാൻ നിങ്ങൾക്കാവുന്നത്ര ശക്തി സംഭരിക്കുക. കുതിരപ്പടയെ തയ്യാറാക്കി നിർത്തുക. അതിലൂടെ അല്ലാഹുവിന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾക്ക് ഭയപ്പെടുത്താം. അവർക്ക് പുറമെ നിങ്ങൾക്ക് അറിയാത്തവരും എന്നാൽ അല്ലാഹുവിന് അറിയുന്നവരുമായ മറ്റു ചിലരെയും. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നതെന്തായാലും നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം പൂർണ്ണമായി ലഭിക്കും. നിങ്ങളോടവൻ ഒട്ടും അനീതി കാണിക്കുകയില്ല. وَإِن
جنحوا للسلم فاجنح لها وتوكل على الله إنه هو السميع العليم. അഥവാ അവർ സന്ധിക്കു സന്നദ്ധരായാൽ നീയും അതിനനുകൂലമായ നിലപാടെടുക്കുക. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. തീർച്ചയായും അവൻ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും. وَإِن يُرِيدُوا أَن يَخْدَعُوكَ فَإِنَّ حَسْبَكَ اللَّهُ هُوَ الَّذِي أَيَّدَكَ بِنَصْرِهِ وَبِالْمُؤْمِنِينَ. ഇനി അവർ നിന്നെ വഞ്ചിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അറിയുക, തീർച്ചയായും നിനക്ക് അല്ലാഹു മതി. അവനാണ് തന്റെ സഹായത്താലും സത്യവിശ്വാസികളാലും നിനക്ക് കരുത്തേകിയത്. وَأَلَّفَ بَيْنَ قُلُوبِهِمْ لَوْ أَنفَقْتَ مَا فِي الْأَرْضِ جَمِيعًا مَا أَلَّفْتَ بَيْنَ قُلُوبِهِمْ وَلَكِنَّ اللَّهَ أَلَّفَ بَيْنَهُمْ ഇന്നഹു അസീസുൻ ഹകീം. സത്യവിശ്വാസികളുടെ മനസ്സുകൾക്കിടയിൽ ഇണക്കമുണ്ടാക്കിയതും അവനാണ്. ഭൂമിയിലുള്ളതൊക്കെ ചെലവഴിച്ചാലും അവരുടെ മനസ്സുകളെ കൂട്ടിയിണക്കാൻ നിനക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ അല്ലാഹു അവരെ തമ്മിലിണക്കി ചേർത്തിരിക്കുന്നു. അവൻ പ്രതാപിയും യുക്തിമാനും തന്നെ. യാ അയ്യുഹൻ നബിയ്യു ഹസ്ബുകല്ലാഹു വമനിത്തബഅക മിനൽ മുഅ്മിനീൻ. നബിയേ, നിനക്കും നിന്നെ പിന്തുടർന്ന സത്യവിശ്വാസികൾക്കും അല്ലാഹു മതി. യാ അയ്യുഹൻ നബിയ്യു ഹർറിദിൽ മുഅ്മിനീന അലൽ ഖിതാൽ إن يكن منكم 20 صابرون يغلبوا 200 وإن يكن منكم 100 يغلبوا 1000 من الذين كفروا بأنهم قوم لا يفقهون. നബിയെ, നീ സത്യവിശ്വാസികളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക. നിങ്ങളിൽ ക്ഷമാശീലരായ 20 പേരുണ്ടെങ്കിൽ 200 പേരെ ജയിക്കാം. നിങ്ങളിൽ അത്തരം 100 പേരുണ്ടെങ്കിൽ സത്യനിഷേധികളിലെ 1000 പേരെ ജയിക്കാം. സത്യനിഷേധികൾ കാര്യബോധമില്ലാത്ത ജനമായതിനാലാണിത്. الآن خفف الله عنكم وعلم أن فيكم ضعفا فإن يكن منكم 100 صابرة يغلبوا 200 وإن يكن منكم 1000 يغلبوا 2000 بإذن الله والله مع الصابرين. എന്നാൽ ഇപ്പോൾ അല്ലാഹു നിങ്ങളുടെ ഭാരം ലഘൂകരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ദൗർബല്യമുണ്ടെന്ന് അവന് നന്നായി അറിയാം. അതിനാൽ നിങ്ങളിൽ ക്ഷമാലുക്കളായ 100 പേരുണ്ടെങ്കിൽ 200 പേരെ ജയിക്കാം. നിങ്ങൾ 1000 പേരുണ്ടെങ്കിൽ ദൈവഹിതപ്രകാരം 2000 പേരെ ജയിക്കാം. അല്ലാഹു ക്ഷമാലുക്കളോടൊപ്പമാണ്. ما كان لنبي أن يكون له أسرى حتى يثخن في الأرض تريدون عرض الدنيا والله يريد الآخرة والله عزيز حكيم. നാട്ടിൽ എതിരാളികളെ കീഴ്പ്പെടുത്തി ശക്തി സ്ഥാപിക്കും വരെ ഒരു പ്രവാചകനും തന്റെ കീഴിൽ യുദ്ധത്തടവുകാരുണ്ടാകാവതല്ല. നിങ്ങൾ ഐഹിക നേട്ടം കുതിക്കുന്നു, അല്ലാഹുവോ പരലോകത്തെ ലക്ഷ്യമാക്കുന്നു.
അല്ലാഹു പ്രതാപിയും യുക്തിമാനും തന്നെ. ലൗലാ കിതാബും മിനല്ലാഹി സബഖ ലമസ്സകും ഫീമാ അഖദ്തും അദാബുൻ അദീം. അല്ലാഹുവിൽ നിന്നുള്ള വിധി നേരത്തെ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ കൈപ്പറ്റിയ യുദ്ധത്തടവുകാരുടെ മോചനദ്രവ്യത്തിന്റെ പേരിൽ നിങ്ങളെ കടുത്ത ശിക്ഷ ബാധിക്കുമായിരുന്നു. ഫകുലൂ മിമ്മാ ഗനിംതും ഹലാലൻ ത്വയ്യിബാ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. എന്നാലും നിങ്ങൾ നേടിയ യുദ്ധം മുതൽ അനുവദനീയവും നല്ലതുമെന്ന നിലയിൽ അനുഭവിച്ചുകൊള്ളുക. അല്ലാഹുവോട് ഭക്തി പുലർത്തുക. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലിമൻ ഫീ അയ്ദീകും മിനൽ അസ്റാഇ യഅലമില്ലാഹു ഫീ ഖുലൂബികും ഖൈറൻ യുഅ്തികും ഖൈറൻ മിമ്മാ أخذ منكم ويغفر لكم والله غفور رحيم. നബിയെ, നിങ്ങളുടെ കൈവശമുള്ള യുദ്ധത്തടവുകാരോട് പറയുക, നിങ്ങളുടെ മനസ്സിൽ വല്ല നന്മയുമുള്ളതായി അല്ലാഹു അറിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് വസൂൽ ചെയ്തതിനേക്കാൾ ഉത്തമമായ ഇസ്ലാമിനെ അവൻ നിങ്ങൾക്ക് നൽകും. നിങ്ങൾക്കവൻ പുറത്തു തരികയും ചെയ്യും. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാണ്. وَإِن يُرِيدُوا خِيَانَتَكَ فَقَدْ خَانُوا اللَّهَ مِن قَبْلُ فَأَمْكَنَ مِنْهُمْ وَاللَّهُ عَلِيمٌ حَكِيمٌ. അഥവാ നിന്നെ ചതിക്കാനാണ് അവരാഗ്രഹിക്കുന്നതെങ്കിൽ അതിലൊട്ടും പുതുമയില്ല. അവർ നേരത്തെ തന്നെ അല്ലാഹുവോട് വഞ്ചന കാണിച്ചവരാണല്ലോ. അതിനാലാണ് അവൻ അവരെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നത്. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനും തന്നെ. ഇന്നല്ലദീന ആമനൂ വഹാജറൂ വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹി വല്ലദീന ആവൗ വനസറൂ أولئك بعضهم أولياء بعض والذين آمنوا ولم يهاجروا ما لكم من ولايتهم من شيء حتى يهاجروا وإن استنصروكم في الدين فعليكم النصر إلا على قوم بينكم وبينهم ميثاق والله بما تعملون بصير. സത്യവിശ്വാസം സ്വീകരിക്കുകയും അതിന്റെ പേരിൽ നാടുവിടേണ്ടി വരികയും തങ്ങളുടെ ദേഹം കൊണ്ടും ധനം കൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവരും അവർക്ക് അഭയം നൽകുകയും അവരെ സഹായിക്കുകയും ചെയ്തവരും പരസ്പരം ആത്മമിത്രങ്ങളാണ്. എന്നാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും സ്വദേശം വെടിയാതിരിക്കുകയും ചെയ്തവരുടെ സംരക്ഷണ ബാധ്യത നിങ്ങൾക്കില്ല. അവർ സ്വദേശം വെടിഞ്ഞു വരും വരെ, അഥവാ മതകാര്യത്തിൽ അവർ സഹായം തേടിയാൽ അവരെ സഹായിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. എന്നാൽ അത് നിങ്ങളുമായി കരാറിലേർപ്പെട്ട ഏതെങ്കിലും ജനതയ്ക്കെതിരെയാവരുത്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം കണ്ടറിയുന്നവനാണ് അല്ലാഹു. വല്ലദീന കഫറൂ ബഅ്ദുഹും ഔലിയാഉ ബഅദ് ഇല്ലാ തഫ്അലൂഹു തകുൻ ഫിത്നതുൻ ഫിൽ അർദി വഫസാദുൻ കബീർ. സത്യനിഷേധികളും പരസ്പരം ആത്മമിത്രങ്ങളാണ്. അതിനാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നാട്ടിൽ കുഴപ്പവും വമ്പിച്ച നാശവുമുണ്ടാകും.
والذين آمنوا وهاجروا وجاهدوا في سبيل الله والذين آووا ونصروا أولئك هم المؤمنون حقا لهم مغفرة ورزق كريم. വിശ്വസിക്കുകയും അതിന്റെ പേരിൽ സ്വദേശം വെടിയുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. അവർക്ക് അഭയമേകുകയും അവരെ സഹായിക്കുകയും ചെയ്തവരും. അവർക്ക് പാപമോചനവും മാന്യമായ ജീവിത വിഭവങ്ങളുമുണ്ട്. والذين آمنوا من بعد وهاجروا وجاهدوا معكم فأولئك منكم وأولو الأرحام بعضهم أولى ببعض في كتاب الله إن الله بكل شيء عليم. പിന്നീട് സത്യവിശ്വാസം സ്വീകരിക്കുകയും സ്വദേശം വെടിഞ്ഞു വരികയും നിങ്ങളോടൊത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവരും നിങ്ങളോടൊപ്പം തന്നെ. എങ്കിലും ദൈവിക നിയമമനുസരിച്ച് രക്തബന്ധമുള്ളവർ അന്യോന്യം കൂടുതൽ അടുത്തവരാണ്. അല്ലാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നന്നായി അറിയുന്നവനാണ്. അധ്യായം 9. അത്തൗബ. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 129. ബറാഅതും മിനല്ലാഹി വറസൂലിഹി ഇലല്ലദീന ആഹദ്തും മിനൽ മുശ്രികീൻ. നിങ്ങളുമായി കരാറിലേർപ്പെട്ടിരുന്ന ബഹുദൈവ വിശ്വാസികളോട് അല്ലാഹുവിനും അവന്റെ ദൂതനും ഇനിമേൽ ബാധ്യതയൊന്നുമില്ലെന്ന അറിയിപ്പാണിത്. ഫസീഹു ഫിൽ അർദി അർബഅത അശ്ഹുരിൻ വഅലമൂ അന്നകും ഗൈറു മുഅ്ജിസില്ലാഹി വഅന്നല്ലാഹ മുഖ്സിൽ കാഫിരീൻ. 4 മാസം നിങ്ങൾ നാട്ടിൽ സ്വൈര്യമായി സഞ്ചരിച്ചു കൊള്ളുക. അറിയുക, നിങ്ങൾക്ക് അല്ലാഹുവെ തോൽപ്പിക്കാനാവില്ല. സത്യനിഷേധികളെ അല്ലാഹു മാനം കെടുത്തുക തന്നെ ചെയ്യും. വഅദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബരി അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രികീന വറസൂലുഹു فإن تبتم فهو خير لكم وإن توليتم فاعلموا أنكم غير معجز الله وبشر الذين كفروا بعذاب أليم. മഹത്തായ ഹജ്ജ് നാളിൽ മുഴുവൻ മനുഷ്യർക്കുമായി അല്ലാഹുവും അവന്റെ ദൂതനും നൽകുന്ന അറിയിപ്പാണിത്. ഇനി മുതൽ അല്ലാഹുവിനും അവന്റെ ദൂതനും ബഹുദൈവ വിശ്വാസികളോട് ഒരുവിധ ബാധ്യതയുമില്ല. അതിനാൽ നിങ്ങൾ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. അഥവാ നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ അറിയുക, അല്ലാഹുവെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടെന്ന് അവരെ നീ സുവാർത്ത അറിയിക്കുക. ഇല്ലല്ലദീന ആഹദ്തും മിനൽ മുശ്രികീന സുമ്മ ലം യൻഖുസൂകും ശൈഅൻ വലം യുളാഹിറൂ അലൈക്കും അഹദൻ ഫഅതിമ്മൂ ഇലൈഹിം അഹ്ദഹും ഇലാ മുദ്ദതിഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. എന്നാൽ ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് നിങ്ങളുമായി കരാറിലേർപ്പെടുകയും പിന്നെ അത് പാലിക്കുന്നതിൽ വീഴ്ച വരുത്താതിരിക്കുകയും നിങ്ങൾക്കെതിരെ ആരെയും സഹായിക്കാതിരിക്കുകയും ചെയ്തവർക്ക് ഇത് ബാധകമല്ല.
അവരോടുള്ള കരാർ അവയുടെ കാലാവധി വരെ നിങ്ങൾ പാലിക്കുക. തീർച്ചയായും അല്ലാഹു സൂക്ഷ്മത പുലർത്തുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത്. فإذا انسلخ الأشهر الحرم فاقتلوا المشركين حيث وجدتموهم وخذوهم واحصروهم واقعدوا لهم كل مرصد فإن تابوا وأقاموا الصلاة وآتوا الزكاة فخلوا سبيلهم إن الله غفور رحيم. അങ്ങനെ യുദ്ധം നിഷിദ്ധമായ മാസങ്ങൾ പിന്നിട്ടാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ എവിടെ കണ്ടാലും കൊന്നുകളയുക. അവരെ പിടികൂടുകയും ഉപരോധിക്കുകയും ചെയ്യുക. എല്ലാ മർമ്മസ്ഥാനങ്ങളിലും അവർക്കായി പതിയിരിക്കുക. അഥവാ അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയുമാണെങ്കിൽ അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക. സംശയം വേണ്ട, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാണ്. وَإِنْ أَحَدٌ مِّنَ الْمُشْرِكِينَ اسْتَجَارَكَ فَأَجِرْهُ حَتَّى يَسْمَعَ كَلَامَ اللَّهِ ثُمَّ أَبْلِغْهُ مَأْمَنَهُ ذَلِكَ بِأَنَّهُمْ قَوْمٌ لَّا يَعْلَمُونَ. ബഹുദൈവ വിശ്വാസികളിൽ ആരെങ്കിലും നിന്റെ അടുത്ത് അഭയം തേടി വന്നാൽ അവന് നീ അഭയം നൽകുക. അവൻ ദൈവവചനം കേട്ടറിയട്ടെ. പിന്നെ അവനെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുക. അവർ അറിവില്ലാത്ത ജനമായതിനാലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. كيف يكون للمشركين عهد عند الله وعند رسوله إلا الذين عاهدتم عند المسجد الحرام فما استقاموا لكم فاستقيموا لهم إن الله يحب المتقين. ആ ബഹുദൈവ വിശ്വാസികൾക്ക് അല്ലാഹുവിന്റെയും അവന്റെ ദൂതന്റെയും അടുക്കൽ കരാർ നിലനിൽക്കുന്നതെങ്ങനെ? മസ്ജിദുൽ ഹറാമിനടുത്തുവെച്ച് നിങ്ങളുമായി കരാർ ചെയ്തവർക്കൊഴികെ അവർ നിങ്ങളോട് നന്നായി വർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോടും നല്ല നിലയിൽ വർത്തിക്കുക. തീർച്ചയായും അല്ലാഹു സൂക്ഷ്മത പുലർത്തുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത്. كيف وإن يظهروا عليكم لا يرقبوا فيكم إلا ولا ذمة يرضونكم بأفواههم وتأبى قلوبهم وأكثرهم فاسقون. അതെങ്ങനെ നിലനിൽക്കാനാണ്? അവർക്ക് നിങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിച്ചാൽ നിങ്ങളുമായുള്ള കുടുംബബന്ധമോ സന്ധി വ്യവസ്ഥകളോ ഒന്നും അവർ പരിഗണിക്കുകയില്ല. വാക്കുകൾ കൊണ്ട് അവർ നിങ്ങളെ തൃപ്തിപ്പെടുത്തും, എന്നാൽ അവരുടെ മനസ്സുകൾ അത് നിരാകരിക്കും. അവരിലേറെ പേരും അധാർമികരാണ്. اشتروا بآيات الله ثمنا قليلا فصدوا عن سبيله إنهم ساء ما كانوا يعملون. അവർ തുച്ഛവിലയ്ക്ക് അല്ലാഹുവിന്റെ വചനങ്ങളെ വിറ്റു. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനത്തെ തടയുകയും ചെയ്തു. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ചീത്ത തന്നെ. لا يرقبون في مؤمن إلا ولا ذمة وأولئك هم المعتدون. സത്യവിശ്വാസിയുടെ കാര്യത്തിൽ രക്തബന്ധമോ സന്ധി വ്യവസ്ഥയോ അവർ പരിഗണിക്കാറില്ല. അവർ തന്നെയാണ് അതിക്രമികൾ. فإن تابوا وأقاموا الصلاة وآتوا الزكاة فإخوانكم في الدين ونفصل الآيات لقوم يعلمون. എന്നാൽ അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും
സക്കാത്ത് നൽകുകയുമാണെങ്കിൽ അവർ നിങ്ങളുടെ ആദർശ സഹോദരങ്ങളാണ്. കാര്യം മനസ്സിലാക്കുന്ന ജനത്തിനായി നാം നമ്മുടെ പ്രമാണങ്ങൾ വിശദീകരിക്കുകയാണ്. وَإِن نَكَثُوا أَيْمَانَهُم مِّن بَعْدِ عَهْدِهِمْ وَطَعَنُوا فِي دِينِكُمْ فَقَاتِلُوا أَئِمَّةَ الْكُفْرِ إِنَّهُمْ لَا أَيْمَانَ لَهُمْ لَعَلَّهُمْ يَنْتَهُونَ. അഥവാ അവർ കരാർ ചെയ്ത ശേഷം തങ്ങളുടെ ശപഥങ്ങൾ ലംഘിക്കുകയും നിങ്ങളുടെ മതത്തെ അവഹേളിക്കുകയുമാണെങ്കിൽ സത്യനിഷേധത്തിന്റെ തലമൂപ്പന്മാരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. കാരണം അവരുടെ പ്രതിജ്ഞകൾക്ക് ഒരർത്ഥവുമില്ല. തീർച്ച ഒരു വേള അവർ വിരമിച്ചെങ്കിലോ. ألا تقاتلون قوما نكثوا أيمانهم وهموا بإخراج الرسول وهم بدؤوكم أول مرة أتخشونهم فالله أحق أن تخشوه إن كنتم مؤمنين. തങ്ങളുടെ കരാറുകൾ ലംഘിക്കുകയും ദൈവദൂതനെ നാടുകടത്താൻ മുതിരുകയും ചെയ്ത ജനത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലെന്നോ? അവരാണല്ലോ ആദ്യം യുദ്ധം ആരംഭിച്ചത്. എന്നിട്ടും നിങ്ങൾ അവരെ പേടിക്കുകയോ? എന്നാൽ ഭയപ്പെടാൻ കൂടുതൽ അർഹൻ അല്ലാഹുവാണ്. നിങ്ങൾ സത്യവിശ്വാസികളെങ്കിൽ قاتلوهم يعذبهم الله بأيديكم ويخزهم وينصركم عليهم ويشف صدور قوم مؤمنين. നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. നിങ്ങളുടെ കൈകൾ കൊണ്ട് അല്ലാഹു അവരെ ശിക്ഷിക്കും. അവരെ അവൻ നാണം കെടുത്തും. അവർക്കെതിരെ നിങ്ങളെ സഹായിക്കും. അങ്ങനെ സത്യവിശ്വാസികളുടെ മനസ്സുകൾക്ക് അവൻ സ്വസ്ഥത നൽകും. وَيُذْهِبْ غَيْظَ قُلُوبِهِمْ وَيَتُوبُ اللَّهُ عَلَى مَن يَشَاءُ وَاللَّهُ عَلِيمٌ حَكِيمٌ. അവരുടെ മനസ്സുകളിലെ വെറുപ്പ് അവൻ തുടച്ചു നീക്കും. അല്ലാഹു അവൻ ഇച്ഛിക്കുന്നവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നു. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിജ്ഞനുമാണ്. أَمْ حَسِبْتُمْ أَن تُتْرَكُوا وَلَمَّا يَعْلَمِ اللَّهُ الَّذِينَ جَاهَدُوا مِنكُمْ وَلَمْ يَتَّخِذُوا مِن دُونِ اللَّهِ وَلَا رَسُولِهِ وَلَا الْمُؤْمِنِينَ وَلِيجَةً وَاللَّهُ خَبِيرٌ بِمَا تَعْمَلُونَ. നിങ്ങളിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും സത്യവിശ്വാസികളെയുമല്ലാതെ ആരെയും രഹസ്യ കൂട്ടാളികളായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ആരെന്ന് അല്ലാഹു വേർതിരിച്ചെടുത്തിട്ടല്ലാതെ നിങ്ങളെ വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. ما كان للمشركين أن يعمروا مساجد الله شاهدين على أنفسهم بالكفر أولئك حبطت أعمالهم وفي النار هم خالدون. ബഹുദൈവ വിശ്വാസികൾ സത്യനിഷേധത്തിന് സ്വയം സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കെ അവർക്ക് അല്ലാഹുവിന്റെ പള്ളികൾ പരിപാലിക്കാൻ ഒരവകാശവുമില്ല. അവരുടെ പ്രവർത്തനങ്ങളൊക്കെയും പാഴായിരിക്കുന്നു. നരകത്തീയിലവർ നിത്യവാസികളായിരിക്കും.
إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കേണ്ടത് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും അള്ളാഹുവേയല്ലാതെ ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർ മാത്രമാണ്. അവർ നേർവഴി പ്രാപിച്ചവരായേക്കാം. أجعلتم سقاية الحاج وعمارة المسجد الحرام كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يستوون عند الله والله لا يهدي القوم الظالمين. തീർത്ഥാടകന് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതിനെയും മസ്ജിദുൽ ഹറാം പരിപാലിക്കുന്നതിനെയും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും ദൈവമാർഗത്തിൽ സമരം നടത്തുകയും ചെയ്യുന്നവരുടെ പ്രവർത്തനങ്ങളെപ്പോലെയാക്കുകയാണോ നിങ്ങൾ? അള്ളാഹുവിന്റെ അടുക്കൽ അവ രണ്ടും ഒരേപോലെയല്ല. അള്ളാഹു അക്രമികളായ ജനത്തെ നേർവഴിയിലാക്കുകയില്ല. الذين آمنوا وهاجروا وجاهدوا في سبيل الله بأموالهم وأنفسهم أعظم درجة عند الله وأولئك هم الفائزون. സത്യവിശ്വാസം സ്വീകരിക്കുകയും സ്വന്തം നാട് വെടിയുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ദേഹം കൊണ്ടും ധനം കൊണ്ടും സമരം നടത്തുകയും ചെയ്യുന്നവർ അള്ളാഹുവിങ്കൽ ഉന്നതസ്ഥാനീയരാണ്. വിജയം വരിക്കുന്നവരും അവർ തന്നെ. യുബശ്ശിറുഹും റബ്ബുഹും ബിറഹ്മത്തിൻ മിൻഹു വറിദ്വാനിൻ وجنات لهم فيها نعيم مقيم. അവരുടെ നാഥൻ അവരെ തന്നിൽ നിന്നുള്ള കാരുണ്യത്തെയും തൃപ്തിയെയും സ്വർഗീയാരാമങ്ങളെയും സംബന്ധിച്ച ശുഭവാർത്ത അറിയിക്കുന്നു. അവർക്കവിടെ അനശ്വരമായ സുഖാനുഭൂതികളുണ്ട്. ഖാലിദീന ഫീഹാ അബദാ ഇന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം. അവരതിൽ നിത്യവാസികളായിരിക്കും. തീർച്ചയായും അല്ലാഹുവിന്റെ പക്കൽ മഹത്തായ പ്രതിഫലമാണുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിദൂ ആബാഅകും വഇഖ്വാനകും ഔലിയാഅ ഇൻ ഇസ്തഹബ്ബുൽ കുഫ്ര അലൽ ഈമാൻ ومن يتولهم منكم فأولئك هم الظالمون. വിശ്വസിച്ചവരെ, നിങ്ങൾ സ്വന്തം പിതാക്കളെയും സഹോദരങ്ങളെയും നിങ്ങളുടെ രക്ഷാധികാരികളാക്കരുത്. അവർ സത്യവിശ്വാസത്തെക്കാൾ സത്യനിഷേധത്തെ സ്നേഹിക്കുന്നവരെങ്കിൽ നിങ്ങളിലാരെങ്കിലും അവരെ രക്ഷാധികാരികളാക്കുകയാണെങ്കിൽ അവർ തന്നെയാണ് അക്രമികൾ. ഖുൽ ഇൻ
كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. പറയുക, നിങ്ങളുടെ പിതാക്കളും പുത്രന്മാരും സഹോദരങ്ങളും ഇണകളും കുടുംബക്കാരും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും നഷ്ടം നേരിടുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും നിങ്ങൾക്കേറെ പ്രിയപ്പെട്ട പാർപ്പിടങ്ങളുമാണ് നിങ്ങൾക്ക് അല്ലാഹുവേക്കാളും അവന്റെ ദൂതനേക്കാളും അവന്റെ മാർഗത്തിലെ അധ്വാന പരിശ്രമത്തെക്കാളും പ്രിയപ്പെട്ടവയെങ്കിൽ അല്ലാഹു തന്റെ കൽപ്പന നടപ്പിൽ വരുത്തുന്നത് കാത്തിരുന്നു കൊള്ളുക. കുറ്റവാളികളായ ജനത്തെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. لقد نصركم الله في مواطن كثيرة ويوم حنين إذ أعجبتكم كثرتكم فلم تغن عنكم شيئا وضاقت عليكم الأرض بما رحبت ثم وليتم مدبرين. അല്ലാഹു നിങ്ങളെ നിരവധി സന്ദർഭങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. ഹുനൈൻ യുദ്ധദിനത്തിലും അന്ന് നിങ്ങളുടെ എണ്ണപ്പെരുപ്പം നിങ്ങളെ ദുരഭിമാനികളാക്കി. എന്നാൽ ആ സംഖ്യാധിക്യം നിങ്ങൾക്കൊട്ടും നേട്ടമുണ്ടാക്കിയില്ല. ഭൂമി വളരെ വിശാലമായിരിക്കെ തന്നെ അത് പറ്റെ ഇടുങ്ങിയതായി നിങ്ങൾക്ക് തോന്നി. അങ്ങനെ നിങ്ങൾ പിന്തിരിഞ്ഞോടുകയും ചെയ്തു. ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها وعذب الذين كفروا وذلك جزاء الكافرين. പിന്നീട് അല്ലാഹു തന്റെ ദൂതനും സത്യവിശ്വാസികൾക്കും തന്നിൽ നിന്നുള്ള സമാധാനം സമ്മാനിച്ചു. നിങ്ങൾക്ക് കാണാനാവാത്ത കുറെ പോരാളികളെ ഇറക്കിത്തന്നു. സത്യനിഷേധികളെ അവൻ ശിക്ഷിക്കുകയും ചെയ്തു. അതുതന്നെയാണ് സത്യനിഷേധികൾക്കുള്ള പ്രതിഫലം. ثم يتوب الله من بعد ذلك على من يشاء والله غفور رحيم. പിന്നെ അതിനുശേഷം അല്ലാഹു താൻ ഇച്ഛിക്കുന്നവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നു. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമദയാലുവുമാകുന്നു. يا أيها الذين آمنوا إنما المشركون نجس فلا يقربوا المسجد الحرام بعد عامهم هذا وإن خفتم عيلة فسوف يغنيكم الله من فضله إن شاء إن الله عليم حكيم. വിശ്വസിച്ചവരെ, ബഹുദൈവ വിശ്വാസികൾ അവിശുദ്ധരാണ്. അതിനാൽ ഇക്കൊല്ലത്തിനു ശേഷം അവർ മസ്ജിദുൽ ഹറാമിനെ സമീപിക്കരുത്. ദാരിദ്ര്യം വന്നേക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ അറിയുക, അല്ലാഹു ഇച്ഛിക്കുന്നുവെങ്കിൽ തന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് അവൻ സമൃദ്ധി വരുത്തും. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. قاتلوا الذين لا يؤمنون بالله ولا باليوم الآخر ولا يحرمون ما حرم الله ورسوله ولا يدينون دين الحق
ولا يدينون دين الحق من الذين أوتوا الكتاب حتى يعطوا الجزية عن يد وهم صاغرون. വേദക്കാരിൽ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരും അല്ലാഹുവും അവന്റെ ദൂതനും വിലക്കിയത് നിഷിദ്ധമായി ഗണിക്കാത്തവരും സത്യമതത്തെ ജീവിത വ്യവസ്ഥയായി സ്വീകരിക്കാത്തവരുമായ ജനത്തോട് യുദ്ധം ചെയ്യുക. അവർ വിധേയരായി കയ്യോടെ ജിസ്യ നൽകും വരെ. وقالت اليهود عزير ابن الله وقالت النصارى المسيح ابن الله ذلك قولهم بأفواههم يضاهئون قول الذين كفروا من قبل قاتلهم الله أنى يؤفكون. യഹൂദർ പറയുന്നു ഉസൈർ ദൈവപുത്രനാണെന്ന്, ക്രൈസ്തവർ പറയുന്നു മിശിഹ ദൈവപുത്രനാണെന്ന്. ഇതെല്ലാം അവരുടെ ജൽപ്പനങ്ങൾ മാത്രമാണ്. നേരത്തെ സത്യത്തെ നിഷേധിച്ചവരെ പോലെ തന്നെയാണ് ഇവരും സംസാരിക്കുന്നത്. അല്ലാഹു അവരെ ശപിക്കട്ടെ. എങ്ങോട്ടാണ് അവർ വഴിവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്? اتخذوا أحبارهم ورهبانهم أربابا من دون الله والمسيح ابن مريم وما أمروا إلا ليعبدوا إلها واحدا لا إله إلا هو سبحانه عما يشركون. അവർ തങ്ങളുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അല്ലാഹുവിനു പുറമെ ദൈവങ്ങളാക്കി സ്വീകരിച്ചു, മറിയമിന്റെ മകൻ മസീഹിനെയും. എന്നാൽ ഇവരൊന്നും ഒരേയൊരു ദൈവത്തിന് വഴിപ്പെടാനല്ലാതെ കൽപ്പിക്കപ്പെട്ടിരുന്നില്ല. അവനല്ലാതെ ദൈവമില്ല. അവർ പങ്കുചേർക്കുന്നവയിൽ നിന്നൊക്കെ എത്രയോ വിശുദ്ധനാണ് അവൻ. يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون. തങ്ങളുടെ വായ കൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനാണ് അവരുദ്ദേശിക്കുന്നത്. എന്നാൽ അല്ലാഹു തന്റെ പ്രകാശം പൂർണ്ണതയിലെത്തിക്കാതിരിക്കില്ല, സത്യനിഷേധികൾക്ക് അതെത്ര തന്നെ അരോചകമാണെങ്കിലും. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. അവനാണ് തന്റെ ദൂതനെ സന്മാർഗവും സത്യവ്യവസ്ഥയുമായി നിയോഗിച്ചത്, അത് മറ്റെല്ലാ ജീവിത വ്യവസ്ഥകളെയും അതിജയിക്കാൻ. ബഹുദൈവ വിശ്വാസികൾക്ക് അതെത്ര തന്നെ അനിഷ്ടകരമാണെങ്കിലും. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. വിശ്വസിച്ചവരെ, മതപണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ഏറെപ്പേരും ജനങ്ങളുടെ ധനം അവിഹിതമായി അനുഭവിക്കുന്നവരാണ്. ജനങ്ങളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുന്നവരും സ്വർണവും വെള്ളിയും ശേഖരിച്ചു വെക്കുകയും അവ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ വേദനയേറിയ ശിക്ഷയെ സംബന്ധിച്ച
സുവാർത്ത അറിയിക്കുക. يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. നരകത്തീയിലിട്ട് ചുട്ടുപഴുപ്പിച്ച് അവ കൊണ്ട് അവരുടെ നെറ്റികളും പാർശ്വഭാഗങ്ങളും മുതുകുകളും ചൂടുവെക്കും ദിനം. അന്ന് അവരോട് പറയും, ഇതാണ് നിങ്ങൾ നിങ്ങൾക്കായി സമ്പാദിച്ചു വെച്ചത്. അതിനാൽ നിങ്ങൾ സമ്പാദിച്ചു വെച്ചതിന്റെ രുചി ആസ്വദിച്ചുകൊള്ളുക. ഇന്ന ഇദ്ദതശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ മിൻഹാ അർബഅതുൻ ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. ആകാശഭൂമികളുടെ സൃഷ്ടി നടന്ന നാൾ തൊട്ട് അള്ളാഹുവിന്റെ അടുക്കൽ ദൈവിക പ്രമാണമനുസരിച്ച് മാസങ്ങളുടെ എണ്ണം 12 അവയിൽ 4 യുദ്ധം വിലക്കപ്പെട്ടവയാണ്. ഇതാണ് യഥാർത്ഥ നിയമക്രമം. അതിനാൽ ആ 4 മാസം നിങ്ങൾ നിങ്ങളോടു തന്നെ അക്രമം കാണിക്കാതിരിക്കുക. ബഹുദൈവ വിശ്വാസികൾ എவ்விധം ഒറ്റക്കെട്ടായി നിങ്ങളോട് യുദ്ധം ചെയ്യുന്നുവോ അவ்விധം നിങ്ങളും ഒന്നായി അവരോട് യുദ്ധം ചെയ്യുക. അറിയുക, അല്ലാഹു സൂക്ഷ്മതയുള്ളവരോടൊപ്പമാണ്. ഇന്നമൻ നസീഉ സിയാദതുൻ ഫിൽ കുഫ്ർ يضل به الذين كفروا يحلونه عاما ويحرمونه عاما ليواطئوا عدة ما حرم الله فيحلوا ما حرم الله زين لهم سوء أعمالهم والله لا يهدي القوم الكافرين. യുദ്ധം വിലക്കിയ മാസങ്ങളിൽ മാറ്റം വരുത്തുന്നത് കടുത്ത സത്യനിഷേധമാണ്. അതുവഴി സത്യനിഷേധികൾ കൂടുതൽ വലിയ വഴികേടിലകപ്പെടുന്നു. ചില കൊല്ലങ്ങളിൽ അവർ യുദ്ധം അനുവദനീയമാക്കുന്നു, മറ്റു ചില വർഷങ്ങളിൽ അത് നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. അള്ളാഹു നിഷിദ്ധമാക്കിയ മാസങ്ങളുടെ എണ്ണം ഒപ്പിക്കാനാണിത്. അങ്ങനെ അള്ളാഹു വിലക്കിയതിനെ അവർ അനുവദനീയമാക്കുന്നു. അവരുടെ ഈ ദുഷ്ചെയ്തികൾ അവർക്ക് ആകർഷകമായി തോന്നുന്നു. സത്യനിഷേധികളായ ജനത്തെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല. യാ അയ്യുഹല്ലദീന ആമനൂ മാ ലക്കും ഇദാ ഖീല ലക്കും ഉൻഫിറൂ ഫീ സബീലില്ലാഹി ഇസ്താഖൽതും ഇലൽ അർദ് അറദീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറഹ് فما متاع الحياة الدنيا في الآخرة إلا قليل. വിശ്വസിച്ചവരെ, നിങ്ങൾക്കെന്തു പറ്റി? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുകയെന്ന് പറയുമ്പോൾ നിങ്ങൾ ഭൂമിയോട് അള്ളിപ്പിടിക്കുകയാണല്ലോ. പരലോകത്തേക്കാൾ ഐഹിക ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ? എന്നാൽ പരലോകത്തെ അപേക്ഷിച്ച് ഐഹിക ജീവിത വിഭവം നന്നേ നിസ്സാരമാണ്. ഇല്ലാ തൻഫിറൂ യുഅദ്ദിബ്കും അദാബൻ അലീമൻ വയസ്തബ്ദിൽ ഖൗമൻ ഗൈറകും വലാ തദുറൂഹു ശൈആ വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക്
വേദനയേറിയ ശിക്ഷ നൽകും. നിങ്ങൾക്ക് പകരം മറ്റൊരു ജനതയെ കൊണ്ടുവരികയും ചെയ്യും. അല്ലാഹുവിന് ഒരു ദ്രോഹവും വരുത്താൻ നിങ്ങൾക്കാവില്ല. അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാണ്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹു അല്ലാഹു ഇദ് أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا والله عزيز حكيم. നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അല്ലാഹു അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. സത്യനിഷേധികൾ അദ്ദേഹത്തെ പുറത്താക്കിയ സന്ദർഭത്തിലാണത്. അദ്ദേഹം രണ്ടാളുകളിൽ ഒരുവനാവുകയും ഇരുവരും ഗുഹയിലായിരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ദുഃഖിക്കാതിരിക്കുക, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അന്നേരം അല്ലാഹു തന്നിൽ നിന്നുള്ള സമാധാനം അദ്ദേഹത്തിന് സമ്മാനിച്ചു. നിങ്ങൾക്ക് കാണാനാവാത്ത പോരാളികളാൽ അദ്ദേഹത്തിന് കരുത്തേകുകയും ചെയ്തു. ഒപ്പം സത്യനിഷേധികളുടെ വചനത്തെ അവൻ പറ്റെ പതിതമാക്കി. അല്ലാഹുവിന്റെ വചനം തന്നെയാണ് അത്യുന്നതം. അല്ലാഹു പ്രതാപിയും യുക്തിമാനും തന്നെ. انفروا خفافا وثقالا وجاهدوا بأموالكم وأنفسكم في سبيل الله ذلكم خير لكم إن كنتم تعلمون. നിങ്ങൾ സാധന സാമഗ്രികൾ കൂടിയവരായാലും കുറഞ്ഞവരായാലും ഇറങ്ങിപ്പുറപ്പെടുക. നിങ്ങളുടെ ദേഹം കൊണ്ടും ധനം കൊണ്ടും ദൈവമാർഗത്തിൽ സമരം ചെയ്യുക. അതാണ് നിങ്ങൾക്കുത്തമം, നിങ്ങൾ അറിയുന്നവരെങ്കിൽ. ലൗ കാന അറദൻ ഖരീബൻ വസഫറൻ ഖാസിദൻ ലത്തബഊക വലാകിൻ ബഅദത് അലൈഹിമുശ് ശുഖ്ഖ وسيحلفون بالله لو استطعنا لخرجنا معكم يهلكون أنفسهم والله يعلم إنهم لكاذبون. ലക്ഷ്യം തൊട്ടടുത്തതും യാത്ര പ്രയാസരഹിതവുമാണെങ്കിൽ അവർ നിന്നെ അനുഗമിക്കുമായിരുന്നു. എന്നാൽ ലക്ഷ്യം വിദൂരവും വഴി വിഷമകരവുമായി അവർക്ക് തോന്നി. അതിനാൽ അവർ അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു പറയും, ഞങ്ങൾക്ക് സാധിച്ചിരുന്നെങ്കിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം പുറപ്പെടുമായിരുന്നു. സത്യത്തിൽ അവർ തങ്ങളെ തന്നെയാണ് നശിപ്പിക്കുന്നത്. അല്ലാഹുവിനറിയാം അവർ കള്ളം പറയുന്നവരാണെന്ന്. അഫല്ലാഹു അൻക ലിമ അദിൻത ലഹും ഹത്താ യതബയ്യന ലകല്ലദീന സദഖൂ വതഅലമൽ കാദിബീൻ. അല്ലാഹു നിനക്ക് മാപ്പേകിയിരിക്കുന്നു. അവരിൽ സത്യം പറഞ്ഞവർ ആരെന്ന് നിനക്ക് വ്യക്തമാവുകയും കള്ളം പറഞ്ഞവരെ തിരിച്ചറിയുകയും ചെയ്യും വരെ നീ അവർക്ക് വിട്ടുനിൽക്കാൻ അനുവാദം നൽകിയതെന്തിന്? ലാ യസ്തഅ്ദിനുക അല്ലദീന യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി അൻ യുജാഹിദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം വല്ലാഹു അലീമുൻ ബിൽ മുത്തഖീൻ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാരും തങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും ദൈവമാർഗത്തിൽ സമരം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിന്നോട് അനുവാദം ചോദിക്കുകയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർ ആരെന്ന് നന്നായി അറിയുന്നവനാണ് അല്ലാഹു. إن
إنما يستأذنك الذين لا يؤمنون بالله واليوم الآخر وارتابت قلوبهم فهم في ريبهم يترددون. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരും മനസ്സിൽ സംശയമുള്ളവരും മാത്രമാണ് നിന്നോട് അനുവാദം ചോദിക്കുന്നത്. അവർ സംശയാലുക്കളായി അങ്ങുമിങ്ങും ആടിക്കളിക്കുന്നവരാണ്. ولو أرادوا الخروج لأعدوا له عدة ولكن كره الله بعاثهم فثبطهم وقيل اقعدوا مع القاعدين. അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടാൻ യഥാർത്ഥത്തിൽ തന്നെ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനായി സജ്ജമാക്കേണ്ട സാമഗ്രികളൊക്കെ ഒരുക്കിവെക്കുമായിരുന്നു. എന്നാൽ അവർ ഇറങ്ങിപ്പുറപ്പെടുന്നത് അല്ലാഹുവിന് അനിഷ്ടകരമായിരുന്നു. അതിനാൽ അവൻ അവരെ തടഞ്ഞു നിർത്തി. അവരോടിങ്ങനെ പറയുകയും ചെയ്തു, ഇവിടെ ചടഞ്ഞിരിക്കുന്നവരോടൊപ്പം നിങ്ങളും ഇരുന്നു കൊള്ളുക. لو خرجوا فيكم ما زادوكم إلا خبالا ولأوضعوا خلالكم يبغونكم الفتنة وفيكم سماعون لهم والله عليم بالظالمين. അവർ നിങ്ങളുടെ കൂട്ടത്തിൽ പുറപ്പെട്ടിരുന്നുവെങ്കിൽ നിങ്ങൾക്കവർ കൂടുതൽ വിപത്തുകൾ വരുത്തിവെക്കുമായിരുന്നു. നിങ്ങൾക്കിടയിൽ കലാപം സൃഷ്ടിക്കാനായി അവർ ഓടി നടക്കുമായിരുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ അവർക്ക് ചെവി കൊടുക്കുന്നവരുമുണ്ടല്ലോ. അക്രമികളെപ്പറ്റി നന്നായി അറിയുന്നവനാണ് അല്ലാഹു. لقد ابتغوا الفتنة من قبل وقلبوا لك الأمور حتى جاء الحق وظهر أمر الله وهم كارهون. ഇതിനു മുമ്പും അവർ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിനക്കെതിരെ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. എന്നിട്ടും അവർക്ക് അനിഷ്ടകരമായിരിക്കെ തന്നെ സത്യം വന്നെത്തി. അല്ലാഹുവിന്റെ വിധി പുലരുകയും ചെയ്തു. ومنهم من يقول ائذن لي ولا تفتني ألا في الفتنة سقطوا وإن جهنم لمحيطة بالكافرين. അവരിൽ ഇങ്ങനെ പറയുന്നവരുണ്ട്, എനിക്ക് ഇളവ് അനുവദിച്ചാലും എന്നെ കുഴപ്പത്തിൽ പെടുത്താതിരുന്നാലും അറിയുക, കുഴപ്പത്തിൽ തന്നെയാണ് അവർ വീണിരിക്കുന്നത്. തീർച്ചയായും നരകം സത്യനിഷേധികളെ വലയം ചെയ്യും. ഇൻ തുസിബക ഹസനതുൻ തസുഹും വഇൻ തുസിബക മുസീബതുൻ യഖൂലൂ ഖദ് അഖദ്നാ അംറനാ മിൻ ഖബ്ലു വയതവല്ലൗ വഹും ഫരിഹൂൻ. നിനക്ക് വല്ല നേട്ടവും കിട്ടിയാൽ അതവരെ ദുഃഖിതരാക്കും. നിനക്ക് വല്ല വിപത്തും വന്നാൽ അവർ പറയും, ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങളുടെ കാര്യം കൈക്കലാക്കിയിരിക്കുന്നു. അങ്ങനെ ആഹ്ലാദത്തോടെ അവർ പിന്തിരിഞ്ഞു പോവുകയും ചെയ്യും. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ وعلى الله فليتوكل المؤمنون. പറയുക, അല്ലാഹു ഞങ്ങൾക്ക് വിധിച്ചതല്ലാതൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല. അവനാണ് ഞങ്ങളുടെ രക്ഷകൻ. സത്യവിശ്വാസികൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊള്ളട്ടെ. ഖുൽ ഹൽ തറബ്ബസൂന ബിനാ ഇല്ലാ ഇഹ്ദൽ ഹുസ്നയൈൻ
ونحن نتربص بكم أن يصيبكم الله بعذاب من عنده أو بأيدينا فتربصوا إنا معكم متربصون. പറയുക, രണ്ടു നേട്ടങ്ങളിൽ ഏതെങ്കിലും ഒന്നല്ലാതെ ഞങ്ങളുടെ കാര്യത്തിൽ മറ്റെന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിതാണ്: നേരിട്ടിടപെട്ടോ ഞങ്ങളുടെ കൈയാലോ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കും. അതിനാൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, നിങ്ങളോടൊപ്പം ഞങ്ങളും കാത്തിരിക്കാം. قل أنفقوا طوعا أو كرها لن يتقبل منكم إنكم كنتم قوما فاسقين. പറയുക, നിങ്ങൾ സ്വമനസ്സാലോ പരപ്രേരണയാലോ ചെലവഴിച്ചുകൊള്ളുക. എങ്ങനെയായാലും നിങ്ങളിൽ നിന്നത് സ്വീകരിക്കുന്നതല്ല. കാരണം നിങ്ങൾ അധാർമികരായ ജനതയാണെന്നതു തന്നെ. وما منعهم أن تقبل منهم نفقاتهم إلا أنهم كفروا بالله وبرسوله ولا يأتون الصلاة إلا وهم كسالى ولا ينفقون إلا وهم كارهون. അവരുടെ പക്കൽ നിന്ന് അവരുടെ ദാനം സ്വീകരിക്കാതിരിക്കാൻ കാരണം ഇതുമാത്രമാണ്: അവർ അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും തള്ളിപ്പറയുന്നു. മടിയന്മാരായല്ലാതെ അവർ നമസ്കാരത്തിനെത്തുന്നില്ല, വെറുപ്പോടെയല്ലാതെ ധനം ചെലവഴിക്കുന്നുമില്ല. فلا تعجبك أموالهم ولا أولادهم إنما يريد الله ليعذبهم بها في الحياة الدنيا وتزهق أنفسهم وهم كافرون. അവരുടെ സമ്പത്തും സന്താനങ്ങളും നിന്നെ വിസ്മയിപ്പിക്കാതിരിക്കട്ടെ. അവയിലൂടെ ഐഹിക ജീവിതത്തിൽ തന്നെ അവരെ ശിക്ഷിക്കണമെന്നാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. സത്യനിഷേധികളായിരിക്കെ അവർ ജീവൻ വെടിയണമെന്നും. ويحلفون بالله إنهم لمنكم وما هم منكم ولكنهم قوم يفرقون. അവർ അല്ലാഹുവിന്റെ പേരിൽ ഇങ്ങനെ സത്യം ചെയ്യുന്നു: തീർച്ചയായും ഞങ്ങൾ നിങ്ങളിൽപ്പെട്ടവർ തന്നെയാണ്. യഥാർത്ഥത്തിൽ അവർ നിങ്ങളിൽപ്പെട്ടവരല്ല, മറിച്ച് നിങ്ങളെ പേടിച്ചു കഴിയുന്ന ജനമാണവർ. ലൗ യജിദൂന മൽജഅൻ ഔ മഗാറാത്തിൻ ഔ മുദ്ഖലൻ ലവല്ലൗ ഇലൈഹി വഹും യജ്മഹൂൻ. ഏതെങ്കിലും അഭയസ്ഥാനമോ ഗുഹകളോ ഒളിയിടമോ കണ്ടെത്തുകയാണെങ്കിൽ അവർ പിന്തിരിഞ്ഞ് അങ്ങോട്ട് വിരണ്ടോടുമായിരുന്നു. ومنهم من يلمزك في الصدقات فإن أعطوا منها رضوا وإن لم يعطوا منها إذا هم يسخطون. ദാനധർമ്മങ്ങളുടെ വിതരണകാര്യത്തിൽ നിന്നെ വിമർശിക്കുന്നവർ അക്കൂട്ടത്തിലുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അവർ തൃപ്തരാകും, കിട്ടിയില്ലെങ്കിലോ കോപാകുലരാകും. ولو أنهم رضوا ما آتاهم الله ورسوله وقالوا حسبنا الله سيؤتينا الله من فضله ورسوله إنا إلى الله راغبون. അവർ അല്ലാഹുവും അവന്റെ ദൂതനും നൽകിയതിൽ തൃപ്തിയടയുകയും എന്നിട്ടിങ്ങനെ പറയുകയും ചെയ്തിരുന്നെങ്കിൽ
എത്ര നന്നായേനെ. ഞങ്ങൾക്ക് അല്ലാഹു മതി. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവനും അവന്റെ ദൂതനും ഞങ്ങൾക്ക് ഇനിയും നൽകും. ഞങ്ങൾ അല്ലാഹുവിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ചവരാണ്. إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله വല്ലാഹു അലീമുൻ ഹകീം. സക്കാത്ത് ദരിദ്രർക്കും അഗതികൾക്കും അതിന്റെ ജോലിക്കാർക്കും മനസ്സിണങ്ങിയവർക്കും അടിമമോചനത്തിനും കടം കൊണ്ടു വലഞ്ഞവർക്കും ദൈവമാർഗത്തിൽ വിനിയോഗിക്കാനും വഴിപോക്കർക്കും മാത്രമുള്ളതാണ്. അല്ലാഹു നിർണയിച്ച കടമയാണിത്. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. ومنهم الذين يؤذون النبي ويقولون هو أذن قل أذن خير لكم يؤمن بالله ويؤمن للمؤمنين ورحمة للذين آمنوا منكم والذين يؤذون رسول الله لهم عذاب أليم. നബിയെ ദ്രോഹിക്കുന്ന ചിലരും അവരിലുണ്ട്. അദ്ദേഹം എല്ലാറ്റിനും ചെവി കൊടുക്കുന്നവനാണെന്ന് അവരാക്ഷേപിക്കുന്നു. പറയുക, അദ്ദേഹം നിങ്ങൾക്ക് ഗുണകരമായതിനെ ചെവിക്കൊള്ളുന്നവനാകുന്നു. അദ്ദേഹം അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, സത്യവിശ്വാസികളിൽ വിശ്വാസമർപ്പിക്കുന്നു. നിങ്ങളിൽ സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക് അദ്ദേഹം മഹത്തായ അനുഗ്രഹമാണ്. അല്ലാഹുവിന്റെ ദൂതനെ ദ്രോഹിക്കുന്നവർക്ക് വേദനയുറ്റ ശിക്ഷയുണ്ട്. യഹ്ലിഫൂന ബില്ലാഹി ലക്കും ലിയുർദൂകും വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു ഇൻ കാനൂ മുഅ്മിനീൻ. നിങ്ങളെ പ്രീതിപ്പെടുത്താനായി നിങ്ങളോടവർ അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു പറയുന്നു. എന്നാൽ അവർ പ്രീതിപ്പെടുത്താൻ ഏറെ അർഹർ അല്ലാഹുവും അവന്റെ ദൂതനുമാകുന്നു. അവർ സത്യവിശ്വാസികളെങ്കിൽ. അലം യഅലമൂ അന്നഹു മൻ യുഹാദിദില്ലാഹ വറസൂലഹു ഫഅന്ന ലഹു നാര ജഹന്നമ ഖാലിദൻ ഫീഹാ ദാലികൽ ഖിസ്യുൽ അദീം. അവർക്കറിയില്ലേ, ആരെങ്കിലും അല്ലാഹുവോടും അവന്റെ ദൂതനോടും എതിരിടുന്നുവെങ്കിൽ അവനുണ്ടാവുക നരകത്തീയാണെന്ന്. അവനവിടെ നിത്യവാസിയായിരിക്കും. അത് അത്യന്തം അപമാനകരം തന്നെ. യഹ്ദറുൽ മുനാഫിഖൂന അൻ തുനസ്സല അലൈഹിം സൂറത്തുൻ തുനബ്ബിഉഹും ബിമാ ഫീ ഖുലൂബിഹിം ഖുൽ ഇസ്തഹ്സിഊ ഇന്നല്ലാഹ മുഖ്രിജും മാ തഹ്ദറൂൻ. കപടവിശ്വാസികൾ ഭയപ്പെടുന്നു, തങ്ങളുടെ മനസ്സിലുള്ളത് അവരെ അറിയിക്കുന്ന വല്ല അധ്യായവും അവരെപ്പറ്റി അവതീർണമായേക്കുമോ എന്ന്. പറയുക, നിങ്ങൾ പരിഹസിച്ചുകൊള്ളുക. നിങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന അക്കാര്യം അല്ലാഹു പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. وَلَئِن سَأَلْتَهُمْ لَيَقُولُنَّ إِنَّمَا كُنَّا نَخُوضُ وَنَلْعَبُ قُلْ أَبِاللَّهِ وَآيَاتِهِ وَرَسُولِهِ كُنْتُمْ تَسْتَهْزِئُونَ. നീ അവരോട് അതേപ്പറ്റി ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ കളിയും തമാശയും പറയുക മാത്രമായിരുന്നു. ചോദിക്കുക, അല്ലാഹുവേയും അവന്റെ വചനങ്ങളെയും ദൂതനെയുമാണോ നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരുന്നത്? لا تعتذروا قد كفرتم بعد إيمانكم إن نعف عن طائفة منكم
يعذب طائفة بأنهم كانوا مجرمين. ഇനി നിങ്ങൾ ഒഴികഴിവുകളൊന്നും പറയേണ്ട. തീർച്ചയായും നിങ്ങൾ സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം അതിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. നിങ്ങളിലൊരു വിഭാഗത്തിന് നാം മാപ്പ് നൽകിയാലും മറ്റൊരു വിഭാഗത്തെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. കാരണം അവർ കൊടും കുറ്റവാളികളാണ്. المنافقون والمنافقات بعضهم من بعض يأمرون بالمنكر وينهون عن المعروف ويقبضون أيديهم نسوا الله فنسيهم إن المنافقين هم الفاسقون. കപടവിശ്വാസികളായ സ്ത്രീകളും പുരുഷന്മാരും ഒരേ തരക്കാർ തന്നെ. അവർ തിന്മ കൽപ്പിക്കുന്നു, നന്മ വിലക്കുന്നു. അവർ ധനം നല്ല മാർഗത്തിൽ ചെലവഴിക്കാതെ തങ്ങളുടെ കൈകൾ മുറുക്കിപ്പിടിക്കുന്നു. അവർ അല്ലാഹുവെ മറന്നു, അതിനാൽ അവൻ അവരെയും മറന്നു. സംശയമില്ല, കപടവിശ്വാസികൾ അധാർമികർ തന്നെ. وعد الله المنافقين والمنافقات والكفار نار جهنم خالدين فيها هي حسبهم ولعنهم الله ولهم عذاب مقيم. കപടവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്കും സത്യനിഷേധികൾക്കും അല്ലാഹു നരകത്തീ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. അവർക്കതു മതി. അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു. അവർക്ക് നിത്യമായ ശിക്ഷയുണ്ട്. كالذين من قبلكم كانوا أشد منكم قوة وأكثر أموالا وأولادا فاستمتعوا بخلاقهم فاستمتعتم بخلاقكم كما استمتع الذين من قبلكم بخلاقهم وخضتم كالذي خاضوا أولئك حبطت أعمالهم في الدنيا والآخرة وأولئك هم الخاسرون. നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരെപ്പോലെ തന്നെയാണ് നിങ്ങളും. എന്നാൽ അവർ നിങ്ങളെക്കാൾ കരുത്തന്മാരായിരുന്നു, കൂടുതൽ മുതലും മക്കളുമുള്ളവരും. അങ്ങനെ തങ്ങളുടെ വിഹിതം കൊണ്ടുതന്നെ അവർ സുഖമാസ്വദിച്ചു. നിങ്ങളുടെ മുൻഗാമികൾ തങ്ങളുടെ വിഹിതം കൊണ്ട് സുഖമാസ്വദിച്ച പോലെ ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വിഹിതം ഉപയോഗിച്ച് സുഖിച്ചു. അവർ അധർമ്മങ്ങളിൽ ആണ്ടിറങ്ങിയ പോലെ നിങ്ങളും ആണ്ടിറങ്ങി. ഇഹത്തിലും പരത്തിലും അവരുടെ പ്രവർത്തനങ്ങളൊക്കെയും പാഴായിരിക്കുന്നു. അവർ തന്നെയാണ് നഷ്ടം പറ്റിയവർ. അലം യഅതിഹിം നബഉൽ ലദീന മിൻ ഖബ്ലിഹിം ഖൗമി നൂഹിൻ വആദിൻ വസമൂദ വഖൗമി ഇബ്രാഹീമ വഅസ്ഹാബി മദ്യന വൽമുഅ്തഫികാത്ത് أتتهم رسلهم بالبينات فما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. ഇവരുടെ മുൻഗാമികളുടെ വൃത്താന്തം ഇവർക്ക് വന്നെത്തിയിട്ടില്ലേ? നൂഹിന്റെയും ആദിന്റെയും സമൂദിന്റെയും സമുദായങ്ങളുടെയും ഇബ്രാഹീമിന്റെ ജനതയുടെയും മദ്യൻകാരുടെയും കീഴ്മേൽ മറയ്ക്കപ്പെട്ട നാടുകളുടെയും കഥ. അവരിലേക്കുള്ള ദേവദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരെ സമീപിച്ചു. അപ്പോൾ അല്ലാഹു അവരോട് ഒരു ദ്രോഹവും കാണിച്ചില്ല. എന്നാൽ അവർ തങ്ങളെ തന്നെ ദ്രോഹിക്കുകയായിരുന്നു. والمؤمنون والمؤمنات بعضهم أولياء بعض
يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله إن الله عزيز حكيم. സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർ പരസ്പരം സഹായികളാണ്. അവർ നന്മ കൽപ്പിക്കുന്നു, തിന്മ തടയുന്നു, നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുന്നു, സക്കാത്ത് നൽകുന്നു, അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നു. സംശയമില്ല, അല്ലാഹു അവരോട് കരുണ കാണിക്കും. അല്ലാഹു പ്രതാപിയും യുക്തിമാനും തന്നെ. തീർച്ച. وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم. സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാർക്ക് അല്ലാഹു താഴ്ഭാഗത്തൂടെ അരുവികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവരവിടെ സ്ഥിരവാസികളായിരിക്കും. നിത്യവാസത്തിനുള്ള ആ സ്വർഗീയാരാമങ്ങളിൽ അവർക്ക് ശ്രേഷ്ഠമായ പാർപ്പിടങ്ങളുണ്ട്. സർവോപരി അല്ലാഹുവിന്റെ നിറഞ്ഞ പ്രീതിയും. അതെത്ര മഹത്തരം, ഉജ്ജ്വലമായ വിജയവും അതുതന്നെ. أيها النبي جاهد الكفار والمنافقين واغلظ عليهم ومأواهم جهنم وبئس المصير. നബിയെ, സത്യനിഷേധികളോടും കപടവിശ്വാസികളോടും സമരം ചെയ്യുക. അവരോട് പരുഷമായി പെരുമാറുക. അവരെത്തുക നരകത്തിയിലാണ്. അതെത്ര ചീത്ത സങ്കേതം. يحلفون بالله ما قالوا ولقد قالوا كلمة الكفر وكفروا بعد إسلامهم وهموا بما لم ينالوا وما نقموا إلا أن أغناهم الله ورسوله من فضله فإن يتوبوا يك خيرا لهم وإن يتولوا يعذبهم الله عذابا أليما في الدنيا والآخرة وما لهم في الأرض من ولي ولا نصير. തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേയില്ലെന്ന് അവർ അല്ലാഹുവിന്റെ പേരിൽ ആണയിടുന്നു. എന്നാൽ ഉറപ്പായും അവർ സത്യനിഷേധത്തിന്റെ വാക്ക് ഉരുവിട്ടിരിക്കുന്നു. ഇസ്ലാം സ്വീകരിച്ച ശേഷം അവർ സത്യനിഷേധികളായി. തങ്ങൾക്ക് ചെയ്യാനാവാത്ത ചിലത് പ്രവർത്തിക്കാൻ മുതിരുകയും ചെയ്തു. എന്നാൽ അവരുടെ ഈ ശത്രുതയ്ക്കൊക്കെയും കാരണം അല്ലാഹുവും അവന്റെ ദൂതനും ദൈവാനുഗ്രഹത്താൽ അവർക്ക് സുഭിക്ഷത നൽകിയത് മാത്രമാണ്. ഇനിയെങ്കിലും അവർ പശ്ചാത്തപിക്കുകയാണെങ്കിൽ അതാണ് അവർക്ക് നല്ലത്. അഥവാ അവർ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അല്ലാഹു ഇഹത്തിലും പരത്തിലും അവർക്ക് വേദനയേറിയ ശിക്ഷ നൽകും. ഇവിടെ ഭൂമിയിലും അവർക്ക് ഒരു രക്ഷകനോ സഹായിയോ ഉണ്ടാവുകയില്ല. ومنهم من عاهد الله لئن آتانا من فضله لنصدقن ولنكونن من الصالحين. അല്ലാഹു തന്റെ ഔദാര്യത്താൽ തങ്ങൾക്ക് സമ്പത്ത് നൽകുകയാണെങ്കിൽ തീർച്ചയായും തങ്ങൾ ദാനം ചെയ്യുമെന്നും സച്ചരിതരിൽ ഉൾപ്പെടുമെന്നും അല്ലാഹുവോട് കരാർ ചെയ്തവരും അവരിലുണ്ട്. فلما آتاهم من فضله بخلوا به وتولوا وهم
معرضون. അങ്ങനെ അല്ലാഹു അവർക്ക് തന്റെ ഔദാര്യത്താൽ സമ്പത്ത് നൽകി. എന്നാൽ അവരതിൽ പിശുക്ക് കാണിക്കുകയും പ്രതിജ്ഞ പാലിക്കാതെ പിന്മാറുകയുമാണുണ്ടായത്. فأعقبهم نفاقا في قلوبهم إلى يوم يلقونه بما أخلفوا الله ما وعدوه وبما كانوا يكذبون. അതേ തുടർന്ന് അല്ലാഹു അവരുടെ മനസ്സുകളിൽ കപടത കുടിയിരുത്തി. അവർ അവനെ കണ്ടുമുട്ടുന്ന ദിനം വരെയും അതായിരിക്കും അവരുടെ അവസ്ഥ. അല്ലാഹുവോട് അവർ ചെയ്ത പ്രതിജ്ഞ ലംഘിച്ചതിനാലും അവർ കള്ളം പറഞ്ഞുകൊണ്ടിരുന്നതിനാലുമാണിത്. അലം യഅലമൂ അന്നല്ലാഹ യഅലമു സിർറഹും വനജ്വാഹും വഅന്നല്ലാഹ അല്ലാമുൽ ഗുയൂബ്. അവരുടെ രഹസ്യവും ഗൂഢാലോചനകളുമെല്ലാം അല്ലാഹു അറിയുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ലേ? തീർച്ചയായും അഭൗതിക കാര്യങ്ങൾ അറിയുന്നവനാണ് അല്ലാഹുവെന്നും الذين يلمزون المطوعين من المؤمنين في الصدقات والذين لا يجدون إلا جهدهم فيسخرون منهم سخر الله منهم ولهم عذاب أليم. സ്വമനസ്സാലെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികളെയും സ്വന്തം അധ്വാനമല്ലാതൊന്നും ദൈവമാർഗത്തിൽ അർപ്പിക്കാനില്ലാത്തവരെയും പഴി പറയുന്നവരാണവർ. അങ്ങനെ ആ വിശ്വാസികളെ അവർ പരിഹസിക്കുന്നു. അല്ലാഹു അവരെയും പരിഹാസ്യരാക്കിയിരിക്കുന്നു. അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്. استغفر لهم أو لا تستغفر لهم إن تستغفر لهم 70 مرة فلن يغفر الله لهم ذلك بأنهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين. നീ അവർക്കു വേണ്ടി മാപ്പപേക്ഷിക്കുകയോ അപേക്ഷിക്കാതിരിക്കുകയോ ചെയ്യുക. നീ അവർക്കു വേണ്ടി 70 പ്രാവശ്യം പാപമോചനത്തിന് പ്രാർത്ഥിച്ചാലും അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. കാരണം അല്ലാഹുവേയും അവന്റെ ദൂതനെയും തള്ളിപ്പറഞ്ഞവരാണവർ. അധാർമികരായ ആളുകളെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. فرح المخلفون بمقعدهم خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون. ദൈവദൂതനെ ധിക്കരിച്ച് യുദ്ധത്തിൽ നിന്ന് പിന്മാറി വീട്ടിലിരുന്നതിൽ സന്തോഷിക്കുന്നവരാണവർ. തങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും ദൈവമാർഗത്തിൽ സമരം ചെയ്യുന്നത് അവർക്ക് അനിഷ്ടകരമായി. അവരിങ്ങനെ പറയുകയും ചെയ്തു: ഈ കൊടും ചൂടിൽ നിങ്ങൾ യുദ്ധത്തിനിറങ്ങി പുറപ്പെടേണ്ട. പറയുക, നരകത്തീ കൂടുതൽ ചൂടേറിയതാണ്. അവർ ബോധവാന്മാരായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. فليضحكوا قليلا وليبكوا كثيرا جزاء بما كانوا يكسبون. അതിനാൽ അവർ ഇത്തിരി ചിരിക്കുകയും പിന്നെ ഒത്തിരി കരയുകയും ചെയ്യട്ടെ. അവരുടെ പ്രവർത്തന ഫലം അവ്വിധമാണ്. فإن رجعك الله إلى طائفة منهم فاستأذنوك للخروج فقل لن تخرجوا معي أبدا ولن
تقاتلوا معي عدوا إنكم رضيتم بالقعود أول مرة فاقعدوا مع الخالفين. അല്ലാഹു നിന്നെ അവരിലൊരു കൂട്ടരുടെ അടുത്ത് തിരിച്ചെത്തിക്കുകയും പിന്നെ മറ്റൊരു യുദ്ധത്തിന് പോരാൻ അവർ നിന്നോട് അനുവാദം ചോദിക്കുകയും ചെയ്താൽ നീ പറയുക, ഇനി നിങ്ങൾക്കൊരിക്കലും എന്നോടൊത്ത് പുറപ്പെടാനാവില്ല. നിങ്ങൾ എന്റെ കൂടെ ശത്രുവോട് പൊരുതുന്നതുമല്ല. തീർച്ചയായും ആദ്യ തവണ യുദ്ധത്തിൽ നിന്നൊഴിഞ്ഞു നിന്നതിൽ തൃപ്തി അടയുകയാണല്ലോ നിങ്ങൾ ചെയ്തത്. അതിനാൽ യുദ്ധത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ചടഞ്ഞിരിക്കുന്നവരോടൊപ്പം നിങ്ങളും ഇരുന്നു കൊള്ളുക. ولا تصل على أحد منهم مات أبدا ولا تقم على قبره إنهم كفروا بالله ورسوله وماتوا وهم فاسقون. അവരിൽ നിന്ന് ആര് മരണമടഞ്ഞാലും അവനു വേണ്ടി നീ ഒരിക്കലും നമസ്കരിക്കരുത്. അവന്റെ കുഴിമാടത്തിനടുത്ത് നിൽക്കരുത്. തീർച്ചയായും അവർ അല്ലാഹുവേയും അവന്റെ ദൂതനെയും തള്ളിപ്പറഞ്ഞവരാണ്, അധാർമികരായി മരണമടഞ്ഞവരും. ولا تعجبك أموالهم وأولادهم إنما يريد الله أن يعذبهم بها في الدنيا وتزهق أنفسهم وهم كافرون. അവരുടെ സമ്പത്തും സന്താനങ്ങളും നിന്നെ വിസ്മയിപ്പിക്കാതിരിക്കട്ടെ. അവയിലൂടെ അവരെ ഇഹലോകത്ത് വെച്ചു തന്നെ ശിക്ഷിക്കണമെന്നാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. സത്യനിഷേധികളായിരിക്കെ തന്നെ അവർ ജീവൻ വെടിയണമെന്നും. وَإِذَا أُنزِلَتْ سُورَةٌ أَنْ آمِنُوا بِاللَّهِ وَجَاهِدُوا مَعَ رَسُولِهِ اسْتَأْذَنَكَ أُولُو الطَّوْلِ مِنْهُمْ وَقَالُوا ذَرْنَا نَكُن مَعَ الْقَاعِدِينَ. നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ ദൂതനോടൊപ്പം സമരം നടത്തുകയും ചെയ്യുക എന്ന ആഹ്വാനവുമായി വല്ല അധ്യായവും അവതീർണമായാൽ അവരിലെ സമ്പന്നർ യുദ്ധത്തിൽ നിന്നൊഴിവാകാൻ നിന്നോട് സമ്മതം തേടും. അവർ പറയും, ഞങ്ങളെ വിട്ടേക്കൂ, ഞങ്ങൾ വീട്ടിലിരിക്കുന്നവരോടൊപ്പം കഴിയാം. رضوا بأن يكونوا مع الخوالف وطبع على قلوبهم فهم لا يفقهون. യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരോടൊപ്പം കഴിയാനാണ് അവരിഷ്ടപ്പെട്ടത്. അവരുടെ മനസ്സുകൾക്ക് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു, അതിനാൽ അവരൊന്നും മനസ്സിലാക്കുന്നില്ല. لكن الرسول والذين آمنوا معه جاهدوا بأموالهم وأنفسهم وأولئك لهم الخيرات وأولئك هم المفلحون. എന്നാൽ ദൈവദൂതനും കൂടെയുള്ള വിശ്വാസികളും തങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും സമരം ചെയ്തു. അവർക്കാണ് സകല നന്മകളും. വിജയം വരിച്ചവരും അവർ തന്നെ. أعد الله لهم جنات تجري من تحتها الأنهار خالدين فيها ذلك الفوز العظيم. അല്ലാഹു അവർക്ക് താഴ്ഭാഗത്തൂടെ അരുവികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങൾ ഒരുക്കിവച്ചിരിക്കുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. അതിമഹത്തായ വിജയവും അതുതന്നെ. وجاء المعذرون من الأعراب ليؤذن لهم وقعد الذين كذبوا الله ورسوله سيصيب الذين كفروا منهم عذاب أليم. ഗ്രാമീണ അറബികളിൽ ചിലരും യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിന് അനുവാദം തേടി വന്നല്ലോ. അല്ലാഹുവോടും അവന്റെ ദൂതനോടും കള്ളം പറഞ്ഞു വന്നവർ വീട്ടിലിരിക്കുകയും ചെയ്തു.
അവരിലെ സത്യനിഷേധികളെ അടുത്തുതന്നെ വേദനയേറിയ ശിക്ഷ ബാധിക്കും. ലൈസ അലൽ ദുഅഫാഇ വലാ അലൽ മർദാ വലാ അലൽ ലദീന ലാ യജിദൂന മാ യുൻഫിഖൂന ഹറജുൻ ഇദാ നസഹൂ ലില്ലാഹി വറസൂലിഹി മാ അലൽ മുഹ്സിനീന മിൻ സബീൽ വല്ലാഹു ഗഫൂറുർ റഹീം. ദുർബലരും രോഗികളും ചെലവ് ചെയ്യാൻ ഒന്നുമില്ലാത്തവരും യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ തെറ്റില്ല. അവർ അല്ലാഹുവോടും അവന്റെ ദൂതനോടും കൂറു പുലർത്തുന്നവരാണെങ്കിൽ ഇത്തരം സദ്വൃത്തരെ കുറ്റപ്പെടുത്താൻ ന്യായമൊന്നുമില്ല. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാണ്. വലാ അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും ഖുൽത ലാ അജിദു മാ അഹ്മിലുകും അലൈഹി تولوا وأعينهم تفيض من الدمع حزنا ألا يجدوا ما ينفقون. മറ്റൊരു വിഭാഗം തങ്ങളെ വാഹനങ്ങളിൽ കൊണ്ടുപോകണമെന്ന അപേക്ഷയുമായി നിന്റെ അടുത്തു വന്നു. നീ അവരോട് പറഞ്ഞു, നിങ്ങൾക്കു നൽകാൻ ഞാൻ വാഹനമൊന്നും കാണുന്നില്ല. ചെലവഴിക്കാൻ ഒന്നും കണ്ടെത്താത്തതിന്റെ തീവ്രദുഃഖത്താൽ കണ്ണുകളിൽ വെള്ളം നിറച്ചുകൊണ്ട് അവർ മടങ്ങിപ്പോയി. അവർക്കും കുറ്റമൊന്നുമില്ല. ഇന്നമസ്സബീലു അലല്ലദീന യസ്തഅ്ദിനൂനക വഹും അഗ്നിയാ റദൂ ബിഅൻ യകൂനൂ മഅൽ ഖവാലിഫി വതബഅ അല്ലാഹു അലാ ഖുലൂബിഹിം ഫഹും ലാ യഅലമൂൻ. സമ്പന്നരായിരുന്നിട്ടും യുദ്ധത്തിൽ നിന്നൊഴിയാൻ നിന്നോട് അനുവാദം തേടുകയും പിന്തിരിഞ്ഞു നിന്നവരോടൊപ്പമാകുന്നതിൽ തൃപ്തിയടയുകയും ചെയ്തവരെ മാത്രമേ കുറ്റപ്പെടുത്താൻ വഴിയുള്ളൂ. അല്ലാഹു അവരുടെ മനസ്സുകൾക്ക് മുദ്ര വച്ചിരിക്കുന്നു. അതിനാൽ അവർ ഒന്നും അറിയുന്നില്ല.